ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ എന്തെന്ന് വെച്ചാൽ, വലിയ ഹീറോ സൂവിന് മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കരുതി അവനെ കണ്ടെത്താനായി അവളുടെ പിന്നാലെ പോയിരുന്നല്ലോ. മാസ്കും തൊപ്പിയൊന്നും വെച്ചിരുന്നത് കൊണ്ട് തന്നെ അവനാളെ മനസ്സിലായതുമില്ല. ഹീറോയിനാവട്ടെ വാഷ്റൂമിലേക്ക് പോയി അവളുടെ ലിപ്സ്റ്റിക് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇതേ സമയമാണ് വാഷ്റൂമിലേക്ക് ഹീറോ കയറി വരുന്നത്. നിന്റെ ലിപ്സ്റ്റിക് മാഞ്ഞു പോയോ എന്ന പരിഹാസ രൂപേണ അവൻ ചോദിക്കുമ്പോൾ, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഇത് ലേഡീസിന്റെ വാഷ്റൂം അല്ലേ എന്നവൾ ദേഷ്യത്തോടെ തന്നെ അവനോട് തിരിച്ചു ചോദിക്കുന്നു. ഉടനടി തന്നെ ഹീറോ ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന ടിഷ്യൂ എടുത്ത് ആ ലിപ്സ്റ്റിക്ക് തൂത്തുകളയെന്ന് അവളോട് ആവശ്യപ്പെടുകയും അവളെ ബലപ്രയോഗത്തിലൂടെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. അവനെ തള്ളിമാറ്റാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ചുണ്ടിൽ അവളെ കടിക്കുന്നു. അതോടുകൂടി അവൻ പിന്മാറുന്നുണ്ട്. അവൾ ദേഷ്യത്തോടെ തന്നെ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഹീറോയിന്റെ അടുത്ത് മോശമായ രീതിയിൽ അവൻ പെരുമാറാൻ പോകുന്നുണ്ടെങ്കിലും ഹീറോയിനാവട്ടെ അവന്റെ കരണത്തടിക്കുന്നു. ഈ ടൈമിൽ തന്നെയായിരുന്നു ഹീറോയോടൊപ്പം ക്ലബിലുണ്ടായിരുന്ന ഒരു ധനികയായ സ്ത്രീ ഉണ്ടല്ലോ, ആ പെൺകുട്ടി പുറത്തു നിന്ന് അവനെ വിളിക്കുന്നത്. ഹീറോയിൻ അവനോട് പുച്ഛത്തോടെ തന്നെ അവിടുന്ന് പോകാനായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവള് പറയുന്നവിടം വരെ അവിടെ നിന്ന് പോകില്ല എന്നും എല്ലാവരും നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ എന്നും പറയുന്നു. പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റം ഹീറോയിനെ വല്ലാതെ അതിശയിപ്പിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 3 വർഷം താൻ ആ വീട്ടിലുള്ളതായിട്ട് പോലും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ അവൻ സെന്റിമെന്റൽ ഡയലോഗ്സ് അടിക്കുകയാണെന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയം തന്നെ വാഷ്റൂമിലേക്ക് ധനികയായ സ്ത്രീ കടന്നു വരികയും നിങ്ങളിരുവരും ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. വലിയ ഹീറോ ആവട്ടെ ഇനി മേലാലും തന്റെ കൺമുന്നിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. സൂ കാറിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്താവട്ടെ ഹീറോയും ധനികയായ സ്ത്രീയും ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ ഇന്റർനെറ്റിൽ പബ്ലിഷ് ആയിരുന്നല്ലോ. ആ ഫോട്ടോസൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഹീറോയുടെ അമ്മ അവളെ വിളിക്കുന്നത്. ഫോൺ എടുത്ത ഉടനെ ആ സ്ത്രീ ആവട്ടെ ഹീറോയിനെ കണ്ണുവിട്ട വഴക്ക് പറയുന്നുണ്ട്. എന്റെ മോന് നീ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും വർക്കാവില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞതാണ്. പക്ഷേ അന്ന് അവൻ ഇത് അനുസരിച്ചിരുന്നില്ല. ഇപ്പോൾ എത്രത്തോളം മാനക്കേടാണ് കുടുംബത്തിന് വരുത്തി വെച്ചിരിക്കുന്നതെന്നോ അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ സ്ത്രീ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ വളരെ ശാന്തമായി തന്നെ നിങ്ങൾ എന്താണ് അമ്മയെ ഉദ്ദേശിക്കുന്നതെന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. ഇന്ന് നൈറ്റ് ഞാനൊരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിന് നീ വരണം. എനിക്ക് സീരിയസ് ആയിട്ട് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്കറിയാമല്ലോ നിന്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന്. ഈ വിവരമൊക്കെ ഞാൻ വിളിച്ച് അവരോട് പറഞ്ഞാൽ അവരുടെ അവസ്ഥ പിന്നീട് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിലേക്ക് വരാൻ നോക്കെന്ന് പറഞ്ഞ് അവര് കോള് കട്ട് ചെയ്യുന്നു. അവരിരുവരും വിവാഹമോചനം നേടാൻ പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞാലോ എന്നും അവൾക്ക് തോന്നുന്നുണ്ട്. പിന്നീട് 19 വയസ്സുള്ള ഹീറോയ്ക്ക് അവള് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഫൂവിന്റെ വീട്ടിൽ ഡിന്നറിന് വന്നിരിക്കുകയാണ്, നീ ഒറ്റയ്ക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ചോളാൻ അവൾ അവനോട് പറയുന്നു. എൻ്റെ അമ്മ പാവമാണെങ്കിലും നിന്നെ ബുള്ളി ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അവൻ അവളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഫൂ എല്ലായ്പ്പോഴും അവന്റെ അമ്മയിൽ നിന്ന് തന്നെ രക്ഷിക്കുമായിരുന്നു. പക്ഷേ 3 വർഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. അസിസ്റ്റന്റ് ലിൻ എന്ന പെൺകുട്ടിയെ നിയമിച്ചതിനു ശേഷം അവൻ എല്ലായ്പ്പോഴും വീട്ടിലേക്ക് ആബ്സെന്റ് മൈൻഡായിട്ട് കടന്നു വരുന്നത്. ഇനി എന്തായാലും തനിയെ അവന്റെ അമ്മയെ നേരിട്ടേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവള് അവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫൂവിന്റെ അമ്മയെ കൂടാതെ തന്നെ അവനും അതുപോലെ തന്നെ ആ ധനികയായ സ്ത്രീയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കണ്ടതും ഹീറോയിൻ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നുകയും അതോടൊപ്പം തന്നെ ഹീറോയെ കണ്ടപ്പോൾ അമ്പരപ്പം തോന്നി. കാരണം അവൻ അവിടെ കാണുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഹീറോയുടെ അമ്മയ്ക്കാവട്ടെ ആ ധനികയായ സ്ത്രീയെ വളരെ ഇഷ്ടമായിരുന്നു. അവളെ പുകഴ്ത്തി അവർ സംസാരിക്കുന്നുണ്ട്. ഫൂ ആവട്ടെ അവളെ കണ്ട ഉടനെ തന്നെ ബാഗൊക്കെ കയ്യിലേക്ക് വാങ്ങിയതിനു ശേഷം തന്റെ അടുത്തേക്ക് തന്നെ അവളെ പിടിച്ചിരുത്തുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ അവന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ഇതേ സമയം തന്നെ തനിക്ക് സ്ത്രീ അവന്റെ അമ്മയോട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഇന്റർനെറ്റ് ട്രെൻഡിങ് ടോപ്പിക്കുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന്. അത് വേറൊന്നുമായിരുന്നില്ല, ഹീറോയിനും ഡിവോഴ്സ് ആവാൻ പോവുകയാണെന്നും അവർ തമ്മിൽ വേർപിരിയാനുള്ള കാര്യം ഈ പെൺകുട്ടിയാണ്. അവളുമായിട്ട് ഹീറോയ്ക്ക് പ്രണയമുണ്ടെന്ന രീതിയിലായിരുന്നു ഇന്റർനെറ്റിൽ മുഴുവൻ വാർത്ത പ്രചരിച്ചിരുന്നത്. താൻ ഹീറോ എടുത്ത് ഒരു പ്രോജക്റ്റിന്റെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നതെന്നും തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആ പെൺകുട്ടി അവരോട് പറയുന്നു. ശരിക്കും ഈ പെൺകുട്ടി തന്നെയായിരുന്നു ഈ ന്യൂസ് ഒക്കെ സ്പ്രെഡ് ചെയ്യിച്ചിരുന്നത്. ഉടനടി തന്നെ അവർ പറയുന്നുണ്ട് അതിന് യാതൊരു കുഴപ്പവുമില്ല, നിനക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് എനിക്ക് വ്യക്തമായി തന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് അവര് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് നോക്കി വളരെയധികം ദേഷ്യത്തോടെ തന്നെ നിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് മോശമായ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് നീ അവനെ സപ്പോർട്ട് ചെയ്ത് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ച് അവരവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവരിരുവരും ഡിവോഴ്സ് ആവാൻ പോകുന്ന കാര്യം അമ്മയോട് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹീറോ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചതിന് ശേഷം ഞാനും എൻ്റെ വൈഫും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, അവള് നിങ്ങൾ പറയുന്നതിനൊക്കെ മറുപടി തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്നാണോ വിചാരിക്കേണ്ടത്. അതുപോലെ തന്നെ ധനികയായ സ്ത്രീയോട് ഹീറോ പറയുന്നുണ്ട് നിന്റെ സംശയങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് തീരെ സമയമില്ല, എൻ്റെ വൈഫിനോടൊപ്പം ഒരു ഡിന്നർ കഴിക്കാൻ പോലും എനിക്കിപ്പോൾ സമയമില്ല എന്ന്. ഇനിയും അമ്മ ഇതുപോലെ തന്നെ സൂവിനോട് മോശമായി സംസാരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഹീറോയിനെ
കൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. ഈ 3 വർഷ കാലയളവിൽ എല്ലായ്പ്പോഴും തന്നെ നിരാശയാക്കിയിട്ടേ ഉള്ളൂ അവൻ. സപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇപ്പോൾ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. അവിടെ നിന്ന് പുറത്തെത്തിയപ്പോൾ തന്നെ ഹീറോ ആവട്ടെ ഹീറോയിനെ തടഞ്ഞു നിർത്തിയതിന് ശേഷം, നമ്മൾക്ക് ഈ ആർഗ്യുമെന്റ് ഒക്കെ നിർത്താം. എന്നെക്കാട്ടിലും ബെറ്ററായ ഒരാളെ നിനക്ക് എന്തായാലും കണ്ടെത്താൻ സാധിക്കില്ല. നിന്റെ അടുത്ത് നല്ലപോലെ പെരുമാറണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നീ എൻ്റെ കൂടെ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നതെന്ന് അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് 19 വയസ്സുള്ള ഹീറോയുടെ ഓർമ്മകൾ വരുന്നുണ്ട്. 19 വയസ്സുള്ള ഹീറോ അവളുടെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ അവളെ ആരും ബുള്ളി ചെയ്യാൻ അനുവദിക്കില്ല എന്നും വലിയ ഹീറോയെ പോലെയല്ല താനെന്നും ഒക്കെ പറഞ്ഞിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെയാണ് അവൾ ഓർത്തെടുത്തത്. ഇവൻ എപ്പോൾ മുതലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? 19 വയസ്സുള്ള ഹീറോ അല്ലായിരുന്നോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും ഹീറോയിൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഹീറോയിൻ അവനോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയല്ലോ, നിന്നേക്കാൾ എത്രയോ ബെറ്റർ ആണ് അവനെന്ന്. അതായത് 19 വയസ്സുള്ള ഹീറോയെ കുറിച്ചാണ് ഹീറോയിൻ പറയുന്നത്. പിന്നീട് അവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ അവളുടെ തോളിൽ നിന്ന് പിടിവിടിയിക്കുന്നുണ്ട്. അതോടൊപ്പം ഹീറോയിൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ ഹീറോയ്ക്കാവട്ടെ അസിസ്റ്റന്റ് ലിന്നിൽ നിന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ലഭിക്കുന്നുണ്ട്. സോ ഇപ്പോൾ അടുപ്പം വെച്ച് പുലർത്തുന്ന ആ യുവാവ് ആരാണെന്ന് വെച്ചാൽ അവളുടെ സീനിയർ ആയിരുന്നു എന്നായിരുന്നു ആ ടെക്സ്റ്റ് മെസ്സേജിൽ ഉണ്ടായിരുന്നത്. ഈ തിരിച്ചറിവ് ഹീറോയെ 11 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സന്ദർഭത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോയിന്റെ സീനിയർ ആവട്ടെ ഒരു ഫ്ലവർ ബൊക്കെയൊക്കെ കയ്യിൽ വെച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഹീറോയിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹീറോ ആവട്ടെ അതിന്റെ ഇടയിലേക്ക് വന്ന് ഹീറോയിനെ ചേർത്ത് പിടിച്ച് ഇവൾക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നു. അന്ന് ആ യുവാവ് വല്ലാതെ നിരാശയിലാവുന്നുണ്ട്. അതേ പയ്യനാണ് ഇപ്പോൾ ഹീറോയിൻ്റെയോടൊപ്പം ഉള്ളതെന്ന് ഓർത്തപ്പോൾ ഹീറോയ്ക്ക് വല്ലാതെ ദേഷ്യമാവുന്നുണ്ട്. ആ ദേഷ്യത്തിൽ തന്നെ അവന്റെ ഫോൺ ഇറുക്കെ പിടിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് ഹീറോയിൻ മടങ്ങിയെത്തിയപ്പോൾ 19 വയസ്സുള്ള ഹീറോ ആവട്ടെ അവളെ വെയിറ്റ് ചെയ്ത് ഒരു ഗ്ലാസ് പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് ഉറക്കം തട്ടുകയായിരുന്നു. കാൽപെരുമാറ്റം കേട്ടയുടനെ തന്നെ അവൻ ഉണർന്നിട്ട്, ഇത് നല്ല ചൂടുള്ള പാലാണ്, ഇത് കുടിച്ചിട്ട് കുളിക്കാൻ നോക്ക്, നിന്റെ മുടിയൊക്കെ ഉണക്കാനായി ഹെയർ ഡ്രയർ എടുത്തുകൊണ്ട് വരാമെന്ന് അവൻ പറയുന്നു. ഇത്ര സ്നേഹത്തോടെയും കെയറോടെയാണ് അവൻ പെരുമാറുന്നതെന്ന് കണ്ടപ്പോൾ ഹീറോയിൻ അവന്റെ അടുത്തേക്ക് പോയി കിസ് ചെയ്യാൻ പോകുന്നു. ഇതേ സമയം തന്നെ വലിയ ഹീറോയുടെ കോൾ അവൾക്ക് വരുന്നുണ്ട്. ഇത് 19 വയസ്സുള്ള ഹീറോയെ വല്ലാതെ ജലസാക്കുന്നുണ്ട്. അവൾ ആ കോൾ എടുത്തില്ല, എന്നാൽ പോലും അവന് വല്ലാതെ ജലസാവുന്നു. ഇതേ സമയം തന്നെ കോളേജിലെ സീനിയർ ഹീറോയിനെ വിളിക്കുന്നു. ഓൺലൈൻ ന്യൂസിലൂടെ തന്നെ ഹീറോയിനും തമ്മിലുള്ള ഡിവോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ യുവാവും അറിഞ്ഞിരുന്നു. ആ യുവാവ് ദേഷ്യത്തോടെ തന്നെ അവളോട് പറയുന്നുണ്ട്, ഫൂവിന് എങ്ങനെ തോന്നി നിന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ? ആരെയും കോണ്ടാക്ട് ചെയ്യണമെങ്കിലും മറ്റെന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും തന്നോട് ചോദിക്കാമെന്ന് ആ യുവാവ് പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സീനിയർ, നിങ്ങൾ വിളിച്ചത് വളരെ സന്തോഷമുണ്ട്, ഞാനിപ്പോൾ വളരെ ടയേർഡാണ്, നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ഫോനാണെങ്കിൽ വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ട്. അന്ന് 11 വർഷങ്ങൾക്ക് മുമ്പ് അവനെ ഓടിച്ചു വിട്ടതല്ലേ, അവൻ ഇപ്പോഴും നിന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ എന്നൊക്കെ ദേഷ്യത്തോടെ അവൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവൻ നമ്മളെക്കാട്ടിലും ഒരുപാട് മുതിർന്നതായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നല്ല പ്രായമായി കാണും, ഞാനിപ്പോഴും ചെറുപ്പമല്ലേ സൂ, അവനെ ഒന്നും ഗവനിക്കാതെ നീ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഹീറോയിനെ അവൻ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്യാനായി പോകുന്നു. ഹീറോയിനാണെങ്കിൽ 19 വയസ്സുള്ള ഹീറോയെ കാണെ ഭയങ്കരമായ സന്തോഷം അനുഭവപ്പെട്ടു. അവളും അവനെ കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കൺസ്ട്രക്ഷൻ വർക്കിൽ ഹീറോയിൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയുടെ അസിസ്റ്റന്റ് ലിൻ അവിടേക്ക് വരുന്നുണ്ട്. അവളുടെ കയ്യിൽ ഹീറോ കൊടുത്തയച്ച ഒരു ഇൻവിറ്റേഷനും ഉണ്ടായിരുന്നു. ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇത് പ്രസിഡന്റ് നിങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ പങ്കെടുക്കാൻ തന്ന ഇൻവിറ്റേഷൻ ആണെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടത്. ഇവൻ എന്തിനാ എന്നെ പാർട്ടിയിലൊക്കെ ക്ഷണിക്കുന്നതെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോയിനാവട്ടെ അവിടെ വെച്ച് തന്നെ ആ ഇൻവിറ്റേഷൻ കീറുന്നുണ്ട്. ഇനി മേലാലും എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് നിന്റെ പ്രസിഡന്റിന്റെ അടുത്ത് പോയി പറയേ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഹീറോയിൻ പറഞ്ഞയക്കുന്നു. ലിമിറ്റഡ് എഡിഷൻ വസ്ത്രങ്ങൾ വിൽക്കുന്ന ഷോപ്പിലേക്ക് 19 വയസ്സുള്ള ഹീറോയും കൂട്ടിക്കൊണ്ട് ഹീറോയിൻ പോകുന്നുണ്ട്. എന്തിനാ ഇവിടേക്ക് വന്നേന്ന് അവൻ അവളോട് തിരക്കുന്നുണ്ട്. നിനക്ക് ഡ്രസ്സ് വാങ്ങിക്കാനാണെന്ന് അവൾ മറുപടിയും പറയുന്നു. അപ്പോഴേക്കും അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവിടെയുള്ള ഡ്രസ്സുകളെല്ലാം വളരെ വിലപിടിപ്പുള്ള ലിമിറ്റഡ് എഡിഷൻ ഡ്രസ്സുകളാണെന്ന്, അവളുടെ പണം വെറുതെ ചിലവാക്കണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെ തനിക്ക് ഡ്രസ്സൊന്നും വേണ്ട എന്ന് അവൻ അവളുടെ അടുത്ത് പറയുന്നു. നീ എന്തായാലും കുറച്ച് ഡ്രസ്സ് വാങ്ങിയേ മതിയാവൂ, ഇത് നിന്റെ തന്നെ ബാങ്ക് കാർഡാണെന്ന് പറഞ്ഞ് ഹീറോയുടെ നേർക്ക് ഒരു അൺലിമിറ്റഡ് ബാങ്ക് കാർഡ് അവൾ നീട്ടുന്നുണ്ട്. അത് വലിയ ഹീറോയുടെ ബാങ്ക് കാർഡായിരുന്നു. ചെറിയ ഹീറോ വേണ്ട നമ്മളോട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാത്ത മട്ടിൽ തന്നെ ഒരുപാട് വസ്ത്രങ്ങൾ അവന് വേണ്ടി അവൾ വാങ്ങുന്നുണ്ട്. അതേസമയം തന്നെ പാർട്ടി നടക്കുകയായിരുന്നു. അവിടെ വലിയ ഹീറോ ആവട്ടെ ഹീറോയിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഹീറോയുടെ അസിസ്റ്റന്റ് ലിൻ ഇതേ സമയം തന്നെ അവന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മേഡം എന്തായാലും പാർട്ടിയിൽ പങ്കെടുക്കില്ല, ആ ഇൻവിറ്റേഷൻ ലെറ്റർ വലിച്ചേറി കളയുകയും ചെയ്തു, എന്നെയാണെങ്കിൽ മേഡത്തിന് തീരെ ഇഷ്ടവുമല്ല, അടുത്ത പ്രാവശ്യം മറ്റാരുടെയും കയ്യിൽ ഇൻവിറ്റേഷൻ കൊടുത്ത് മേഡത്തിനെ ഇൻവൈറ്റ് ചെയ്താൽ മതിയാവുമെന്നും ആ പെൺകുട്ടി പറയുന്നു. അതേസമയം തന്നെ ഹീറോയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ആയ കാര്യങ്ങളൊക്കെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഫോണിൽ മെസ്സേജ് വരുന്നതിലൂടെ തന്നെ
19 വയസ്സുള്ള ഹീറോയ്ക്ക് വേണ്ടി അവൾ സാധനങ്ങൾ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തു എന്ന് അവന് മനസ്സിലാവുന്നു. ദേഷ്യത്തോടെ തന്നെ അവൻ ആ ഗ്ലാസ്സിൽ പിടിമുറുക്കുന്നു. ഗ്ലാസ് പൊട്ടിപ്പോകുന്നത് കൊണ്ട് തന്നെ അവൻ്റെ കൈ മുറിഞ്ഞ് ചോര ഒഴുകുന്നു. അസിസ്റ്റന്റ് ലിന്നാവട്ടെ നിങ്ങളുടെ കൈ മുറിഞ്ഞ് ചോര ഒഴുകുന്നു എന്ന് അവനോട് പറയുന്നുണ്ടെങ്കിലും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നീ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെ ദേഷ്യത്തോടെ ഹീറോ അവിടെ നിന്ന് പോകുന്നു. 19 വയസ്സുള്ള ഹീറോയുമായി പർച്ചേസൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ വീട്ടിലെത്തുന്നു. അവളെ കിസ് ചെയ്യാനായിട്ട് അവൻ പോകുന്നുണ്ടെങ്കിലും അവളുടെ മുഖം വല്ലാതെ വിഷമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ വല്ലാതെ അപ്സെറ്റ് ആയിരിക്കുന്നേന്ന്. എന്നാൽ അവൾ ഒന്നും പറയാതെ തന്നെ സൈലന്റായി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അവളെ തടഞ്ഞു നിർത്തി അവൻ കിസ് ചെയ്യുന്നു. അങ്ങനെ അവർ പരസ്പരം കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് വലിയ ഹീറോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അവളോട് പുറത്തേക്ക് വരാനും അവൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ചെറിയ ഹീറോ ആവട്ടെ അവളോട് പോവരുതെന്നും അവളെ നല്ല രീതിക്ക് തന്നെ താൻ നോക്കിക്കോളാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് വാതിൽ തുറക്കാതിരിക്കാനായി അവളെ തടയുന്നുണ്ട്. പക്ഷേ എന്ത് കാര്യം തന്നെയായാലും അവനെ ഫേസ് ചെയ്തേ മതിയാവൂന്ന് പറഞ്ഞ് ഹീറോയിൻ വാതിൽ തുറക്കാനായി പോകുന്നു. എന്നാൽ അവൾ വാതിൽ തുറന്നു വന്നപ്പോൾ തന്നെ അവളുടെ കഴുത്തിലെ ഹിക്കി അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെയധികം ദേഷ്യം തോന്നി അവനാവട്ടെ നിനക്ക് വേണ്ടി എത്ര നേരമായി പാർട്ടിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഈ അർദ്ധരാത്രിയിൽ നീ ഇവിടെ വന്ന് ബഹളം വെക്കുന്നത് എന്തിനാണെന്ന് സോ അവനോട് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ വന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ആവട്ടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വാങ്ങി നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ തന്നെയല്ലേ ആ കാർഡ് യൂസ് ചെയ്യാനായി എനിക്ക് തന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ആ വാതിൽ ചെറുതായി ചാരുന്നുണ്ട്. എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞല്ലേ ആ കാർഡ് തന്നത്, ഇപ്പോൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്നും അവൾ ചോദിക്കുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇത് കേട്ട് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. ദേഷ്യത്തോടെ തന്നെ അവളെ അടുത്തേക്ക് പിടിച്ചിട്ട് നിന്റെ കൂടെ ഒരുത്തനുണ്ടല്ലോ അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഹീറോയിനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യുന്നു. ഇതേ സമയം തന്നെയായിരുന്നു 19 വയസ്സുള്ള ഹീറോ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത്. ഈ രംഗം കണ്ടതും അവനാവട്ടെ ഹീറോയുടെ മുഖം നോക്കി ഒരു പഞ്ച് വെച്ചു കൊടുക്കുന്നു. അവർ തമ്മിൽ നല്ലൊരു വഴക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഹീറോയിനാവട്ടെ 19 വയസ്സുള്ള ഹീറോയെ സമാധാനപ്പെടുത്തി നിർത്തിയതിനു ശേഷം അകത്തേക്ക് പറഞ്ഞു വിടുന്നു. ഫൈറ്റിനിടയിൽ ഹീറോയുടെ കണ്ണാടി നിലത്തേക്ക് വീണുപോയത് കൊണ്ട് തന്നെ 19 വയസ്സുള്ള ഹീറോയെ അവന് നേരെ കാണാൻ സാധിച്ചിരുന്നില്ല. ചിരിച്ചുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, നീ നിന്റെ ബോയ് ഫ്രണ്ടിനോടൊപ്പം ഹാപ്പി ആയിരുന്നോ? അവനെ കണ്ടാൽ ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയിരുന്നോ അതുപോലെ തന്നെയാണല്ലോ എന്നും അവൻ കൂട്ടിച്ചേർക്കുന്നു. അവൻ തന്നെയാണ് ഇവനെന്ന് ഹീറോയ്ക്ക് ഇതുവരെ മനസ്സിലായിരുന്നില്ല. ഇവന് ശരിക്കും എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. ഇത്രയും അടുത്ത് കണ്ടിട്ട് പോലും അവനെ തന്നെ അവന് മനസ്സിലായില്ലേ എന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോയിൻ ആവട്ടെ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തൻ്റെ അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണെന്നും നൈറ്റ് വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹീറോയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അവൻ്റെ അമ്മ അവിടെ ഇല്ല എന്നുള്ള സത്യം ഹീറോയിൻ മനസ്സിലാക്കുന്നത്. അവൾ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഹീറോ ഇതേ സമയം അവളെ തടയുകയും അവള് ആണെങ്കിൽ അവൻ്റെ കരണം തടിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അതേസമയമായിരുന്നു കറണ്ട് പോകുന്നത്. നിശാന്തത എന്ന അസുഖമുള്ളത് കൊണ്ട് തന്നെ അവൻ വളരെ പേടിച്ചാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുന്നത്. അവന് കണ്ണ് കാണാൻ സാധിക്കില്ല ഇരുട്ടത്ത്. പക്ഷേ ഹീറോയിനോട് തനിക്കിപ്പോൾ ഈ അസുഖമൊന്നുമില്ല, തൻ്റെ അസിസ്റ്റന്റ് ലിന്നെ എപ്പോഴും അവന് മെഡിസിൻ കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നാൽ അവൻ പതിയെ തപ്പിത്തടഞ്ഞു വന്ന് ഹീറോയിൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അവളെ പിന്നിൽ നിന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം സർക്യൂട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, ഇപ്പോൾ തന്നെ ആള് വന്ന് റെഡിയാക്കുന്നതായിരിക്കും. നിനക്കറിയാമല്ലോ ഇരുട്ടത്ത് എനിക്ക് ഒരടി പോലും നടക്കാൻ സാധിക്കില്ലെന്ന്, അതുവരെ എന്നോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞ് അവൻ കെഞ്ചുന്നു. ജോലിക്കാരെ ആരെങ്കിലും വിളിക്കാനായി അവൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കുന്ന മട്ടില്ലായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ അവനോട് ദയ തോന്നി അവളാവട്ടെ അവനെ റൂമിലേക്ക് കൊണ്ടുവിടാമെന്ന് കരുതുന്നു. മുറിയിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് കയറിയപ്പോൾ 19 വയസ്സുള്ള ഹീറോയും കൊണ്ട് അന്ന് ഇരുട്ടത്ത് ഇതുപോലെ സ്റ്റെയർ കേസ് കയറിപ്പോയ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാവട്ടെ ഹീറോയും സ്ലിപ്പായി സോഫയിലേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയം തന്നെ അവളോടൊപ്പമുള്ള യുവാവിന് എത്ര വയസ്സ് പ്രായമുണ്ടെന്നും തന്നെക്കാട്ടിലും യങ്ങാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനെ മനഃപൂർവ്വം പ്രോവോക്ക് ചെയ്യാൻ തന്നെ ഹീറോയിൻ തീരുമാനിക്കുന്നു. 19 വയസ്സുള്ള അവനുമായി തന്നെയാണല്ലോ അവനിങ്ങനെ താരതമ്യം ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് ഹീറോയിൻ അവനോട് പുച്ഛം തോന്നുന്നുണ്ട്. അവനെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കാനായി തന്നെ അവൾ പറയുന്നുണ്ട്, 19 വയസ്സുള്ള ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ് അവൻ, നിന്നെക്കാട്ടിലും 10 മടങ്ങ് ബെറ്ററും ആണെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. നീ എന്നെ പ്രോവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അതിൻ്റെ കൂടെ ഡിവോഴ്സും കൂടി വേണമെന്നല്ലേ നീ പറയുന്നത്? എന്തായാലും നിനക്ക് ഡിവോഴ്സ് നൽകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ കിസ് ചെയ്യുന്നു. ഹീറോയിൻ ആവട്ടെ അവനെ തള്ളി മാറ്റി മാറിയിരിക്കുന്നുണ്ട്. സമയം വെളുപ്പിനെ 3:30 19 വയസ്സുള്ള ഹീറോ ആവട്ടെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം അവൾ തൻ്റേത് മാത്രമാണെന്ന് അവൻ ദൃഢപ്രതിജ്ഞയോടെ തന്നെ മനസ്സിലുറപ്പിക്കുന്നു. ഹീറോയിനാവട്ടെ അതേ ദിവസം ഹീറോയുടെ വീട്ടിൽ സ്റ്റേ ചെയ്യുകയായിരുന്നു. പിറ്റേ ദിവസം ഹീറോ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ റെഡിയായി താഴേക്ക് വരുന്നത്. ന്യൂസിലാണെങ്കിൽ ഹീറോയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഡിന്നർ പാർട്ടിയിലെ ഹീറോയുടെ ഫീമെയിൽ കമ്പാനിയൻ വന്നിട്ടില്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അവരുടെ വിവാഹബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുന്നു എന്നൊക്കെയായിരുന്നു.
അവൻ ഉടനടി തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? നീ തന്നെയല്ലേ ഈ വാർത്തയൊക്കെ ഉടലെടുക്കാനുള്ള കാരണക്കാരിയെന്നും അവൻ ചോദിക്കുന്നു. അതിന് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, തനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നു. അതിനുശേഷം അവളാവട്ടെ അവനോട് ഒരു ഡീലിന് തയ്യാറാണോ എന്ന് തിരക്കുന്നുണ്ട്. ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ കൂളിംഗ് പീരീഡിൽ അവനോടൊപ്പം തന്നെ ഈ വീട്ടിൽ കഴിയാമെന്നും പബ്ലിക്കിന്റെ മുമ്പിൽ വളരെ സ്നേഹത്തോടെ കഴിയുന്ന കപ്പിൾസ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക വിധം പെരുമാറാമെന്നും പറയുന്നു. അതുമൂലം തന്നെ നിന്റെ പ്രോജക്റ്റിന് ബെനിഫിറ്റ് ഉണ്ടാവുമെന്നും അവൾ ഓർമ്മപ്പെടുത്തുന്നു. നിനക്കിപ്പോഴും ഇന്നിൽ നിന്ന് വിവാഹമോചനം നേടണമെന്നുണ്ടോ എന്ന് ഹീറോ ദേഷ്യത്തോടെ തന്നെ അവളെടുത്ത് തിരക്കുന്നു. ആദ്യമൊക്കെ അവളുടെ ഡിമാൻഡിനോട് അവൻ നീരസം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അതിന് അനുയോജ്യമായ ഒരു മറുപടി അവൻ നൽകുന്നുണ്ട്. അവിടെ നിന്നിറങ്ങുന്ന ഓരോ സമയത്തും ഹീറോയിനാവട്ടെ 11 വർഷങ്ങൾക്കിടയിൽ അവരുടെ ജീവിതത്തിൽ നടന്ന ഓരോ സന്ദർഭങ്ങളും മനസ്സിലേക്ക് കടന്നു വരുന്നു. അതവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അത്രയൊക്കെ കരഞ്ഞിട്ട് പോലും അവള് കണ്ണുനീര് തുടച്ചു മാറ്റിയതിനു ശേഷം ഉടനടി തന്നെ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ തയ്യാറാക്കി വെച്ചോളാൻ അവനോട് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അവളെ ഉപേക്ഷിക്കാൻ ഹീറോയുടെ മനസ്സ് ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു ഡിമാൻഡിന്റെ പേരിൽ കുറച്ചുനാളെങ്കിലും അവള് തന്നോട് സ്നേഹത്തോടെ പെരുമാറുമെന്ന് അവനും കരുതി. അവൾ പോകുന്നത് വളരെയധികം വിഷമത്തോടെയാണ് ഹീറോ നോക്കിക്കൊണ്ടിരുന്നത്. ഇതേ സമയം തന്നെ ഒരു ജോലിക്കാരി അവള് ഒരു നെക്ലേസ് മറന്നു വെച്ചിട്ട് പോയി എന്നും പറഞ്ഞ് ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്ന് ഈ നെക്ലേസ് അവൾക്ക് പ്രസന്റ് ചെയ്തപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള നെക്ലേസ് എങ്ങനെ വാങ്ങിയെന്ന് അവൾ തിരക്കിയിട്ടുണ്ടായിരുന്നു. 2-3 പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തിട്ടാണ് അവൻ ആ നെക്ലേസ് വാങ്ങിയെന്ന് അവൾക്ക് മറുപടിയും പറയുന്നു. അങ്ങനെ അവരിരുവരും സന്തോഷത്തോടെ തന്നെ ഹഗ് ചെയ്യുന്നുണ്ട്. താൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ നെക്ലേസ് വാങ്ങിച്ചതെന്നൊക്കെ ഹീറോയും ഇതേ സമയം ഓർക്കുന്നു. പിന്നീട് ഹീറോയിൻ ഓഫീസിലേക്ക് ചെന്നപ്പോഴാവട്ടെ അവിടുത്തെ മാനേജറും മറ്റുള്ള സ്റ്റാഫുകളും അവള് കൺസ്ട്രക്ഷൻ വർക്കിൽ ചെയ്ത ജോലിക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവളെ ബുള്ളി ചെയ്യുന്നു. എല്ലാം ഞാൻ നല്ല രീതിക്ക് തന്നെയാണല്ലോ ചെയ്തത്, കസ്റ്റമറിനും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും നിന്റെ സ്വഭാവവും തീരെ ശരിയല്ല, നീ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയും ശരിയല്ല, നിന്നെ ഇവിടെ നിന്ന് ഫയർ ചെയ്യാൻ പോവെന്ന് പറഞ്ഞ് അവളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിന് ഇഷ്ടമല്ലാത്തൊരു കൊളീഗ് ആവട്ടെ നിന്റെ ജോലിയൊക്കെ പോയല്ലോ, അതുകൊണ്ട് നീ ഇനി മിസ്ട്രസ് ആയിരിക്കാൻ പോവുകയാണോ എന്നൊക്കെ പറഞ്ഞ് അവളെ പരിഹസിക്കുന്നുണ്ട്. ഹീറോയിൻ ഓൾറെഡി മാരീഡ് ആണെന്നും മറ്റൊരു യുവാവുമായി അവൾ അഫെയറിലാണെന്നും ഒക്കെ കമ്പനിയിൽ പറഞ്ഞു വരുത്തിയത് ഈ കൊളീഗാണ്. പുറത്തുനിന്ന് നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ ഹീറോ ഇതേ സമയം അകത്തേക്ക് കടന്നു വരുന്നത്. അവനെ കണ്ടതും എല്ലാവരും ഷോക്കാവുന്നു. എന്റെ വൈഫിന് ഇവിടെ നല്ല എവിടെ പോലും ജോലി ലഭിക്കും, പക്ഷേ അവളുടെ ക്യാരക്ടറിന് എന്താണ് കുഴപ്പമെന്ന് ഹീറോ എല്ലാവരോടുമായി ചോദിക്കുന്നു. ഫൂവിന്റെ വൈഫാണ് ഹീറോയിൻ എന്ന് കേട്ടപ്പോൾ എല്ലാവരും അമ്പരക്കുന്നുണ്ട്. കൊളീഗാവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ ഇവളാണോ ഫൂവിന്റെ സീക്രട്ട് വൈഫ് എന്ന് മനസ്സിൽ ദേഷ്യത്തോടെ വിചാരിക്കുന്നു. ഹീറോയുടെ വൈഫാണ് ഹീറോയിൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ മാനേജർ വല്ലാതെ ഭയത്തോടെ തന്നെ ഹീറോ എടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഈ കമ്പനിയുടെ നെടുന്തൂണാണ് മിസ്സസ് ഫു. അവരുടെ ക്യാരക്ടർ എല്ലാവരെക്കാട്ടിലും മികച്ചതാണ്. ഇത് വെറും ഗോസിപ്പ് മാത്രമാണ്. ഈ ഗോസിപ്പ് പറഞ്ഞു വരുത്തിയവർക്കെതിരെ തീർച്ചയായും നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് ഹീറോയിനെ ഇഷ്ടമല്ലാത്ത ആ കൊളീഗിനെ മാനേജർ പിരിച്ചുവിടുന്നു. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയല്ലോ, ഹീറോയിൻ അവിടെ തന്നെ ജോലി ചെയ്തോളാനും ആ മാനേജർ പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ ആവട്ടെ ഈ ജോലിയിൽ നിന്ന് താൻ റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ആ കമ്പനിയുമായിട്ടുള്ള 50 മില്യൺ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഹീറോയിൻ ആവട്ടെ അവിടെ നിന്ന് പോയി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ ഹീറോ അവളെ തടയുന്നുണ്ട്. ഇത്ര ധൃതിയിൽ തന്നോടൊന്നും പറയാതെ എവിടേക്ക് പോവുകയാണെന്ന് അവൻ തിരക്കുമ്പോൾ നമ്മൾക്കിടയിൽ യാതൊന്നും ഇല്ലാന്ന് അവൾ പറയുന്നു. തന്നോടൊപ്പം പ്രസ് കോൺഫറൻസിന് വരണമെന്ന് ഹീറോ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഹീറോയിൻ അതിനെ എതിർക്കുന്നുണ്ട്. തന്നോടൊപ്പം പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉച്ചതിരിഞ്ഞ് അവൾക്ക് സിവിൽ ബ്യൂറോയിലേക്ക് പോയി ഡിവോഴ്സ് നൽകുന്നതാണെന്ന് കേട്ടപ്പോൾ ഹീറോയിൻ അവനോടൊപ്പം പോകാനായി തയ്യാറാവുന്നു. ഹീറോയിന്റെ കൈകൾ കോർത്തു പിടിച്ചാണ് ഹീറോ പ്രസ് കോൺഫറൻസിലേക്ക് എത്തിയതും അവിടെ ഇരിക്കുന്നതും. റിപ്പോർട്ടേഴ്സൊക്കെ അവരിരുവരുടെയും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് 19 വയസ്സുള്ള ഹീറോയും മാസ്കും ഹാറ്റും ഒക്കെ ധരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ അവനെ കാണുന്നുണ്ട്. വലിയ ഹീറോ ആവട്ടെ ഇതാണ് എൻ്റെ വൈഫ്, ഞങ്ങൾ സന്തോഷകരമായ ഒരു ജീവിതമാണ് നയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെ കിസ് ചെയ്യുന്നുണ്ട്. 19 വയസ്സുള്ള ഹീറോ അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഈ കാഴ്ച കണ്ട് വളരെയധികം നീരസവും ദേഷ്യം തോന്നിയ 19 വയസ്സുള്ള ഹീറോ ആവട്ടെ അവിടം വിട്ടു പോകുന്നു. പുറത്തേക്ക് വന്ന ഹീറോയിൻ ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ വലിയ ഹീറോ എടുത്ത് പറയുന്നുണ്ട്, ഇതൊക്കെ തന്നെ മതി, എപ്പോഴാണ് തനിക്ക് ഡിവോഴ്സ് നൽകാൻ പോകുന്നതെന്ന്. എനിക്ക് അത്യാവശ്യമായി കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാനുണ്ട്, അതുവരെ നീ കാറിൽ വെയിറ്റ് ചെയ്യും, അതിനുശേഷം സിവിൽ ബ്യൂറോയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വലിയ ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഫൂവിന്റെ പെരുമാറ്റം കണ്ടിട്ട് അവന്റെ മനസ്സെങ്ങാണം മാറുമോ എന്ന ഭയം ഹീറോയിന് തോന്നുന്നുണ്ട്. ഇതേ സമയം കൊണ്ട് തന്നെ ചെറിയ ഹീറോ ആവട്ടെ ഓടി വന്ന് അവളെ ഹഗ് ചെയ്തിട്ട് നിങ്ങളിരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. വേദിയിൽ വെച്ച് നിന്നോട് അങ്ങനെ പെരുമാറിയിട്ടും നീ അതിനെ എതിർത്തില്ലല്ലോ, അപ്പോൾ നിനക്കിനി എൻ്റെ ആവശ്യമില്ലേ എന്നൊക്കെ അവൻ അവളോട് തിരക്കുന്നു. അങ്ങനെയൊന്നുമില്ല, ഇനി ഞങ്ങൾ ഒരിക്കലും ഒരുമിച്ചൊരു ജീവിതവും ഉണ്ടാവാൻ പോകുന്നില്ല, നിനക്കറിയാമല്ലോ എൻ്റെ ഹൃദയത്തിൽ നിനക്കുള്ള സ്ഥാനം മറ്റാർക്കുമില്ല എന്ന് പറഞ്ഞൊക്കെ അവൾ അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. കുറച്ചൊക്കെ മയപ്പെട്ട അവനാവട്ടെ വീട്ടിലേക്ക് വേഗം തന്നെ വാ, അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ തയ്യാറാക്കി വെക്കാമെന്ന് പറയുന്നുണ്ട്.
ഇപ്പോൾ തന്നെ കൊണ്ട് വീട്ടിലേക്ക് വരാൻ സാധിക്കില്ലെന്നും കൂളിംഗ് പീരീഡ് കഴിയുന്നോടം വരെ, അതായത് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് തന്നെ കൂളിംഗ് പീരീഡ് കഴിയുന്നോടം വരെ ഹീറോടൊപ്പം സ്റ്റേ ചെയ്തേ മതിയാവുന്ന അവള് ചെറിയ ഹീറോ എടുത്ത് പറയുമ്പോൾ അവനും വിഷമത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നു. വലിയ ഹീറോയ്ക്ക് വേണ്ടി ഹീറോയിൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. സിവിൽ ബ്യൂറോ അടയ്ക്കാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവള് ഹീറോയെ വിളിക്കുന്നുണ്ട്. നിങ്ങളിത് എവിടെയാണ്? സിവിൽ ബ്യൂറോ 5 മണിക്ക് അടയ്ക്കുമെന്ന് അറിയില്ലേ? ഇപ്പോൾ തന്നെ ക്ലോസ് ചെയ്യാറായി എന്ന് പറയുമ്പോൾ ഹീറോ, തനിക്ക് അത്യാവശ്യമായ ചില വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, അതിന്റെ ഇടയിൽ പെട്ടുപോയി, ഇന്നെന്തായാലും തന്നെ കൊണ്ട് സിവിൽ ബ്യൂറോയിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോയിൻ ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവനോട് സംസാരിക്കുന്നുണ്ട്. അവരിരുവരും തമ്മിൽ നല്ല രീതിയിൽ തർക്കവും ഉണ്ടാവുന്നു. ഒടുവിൽ സൂവിന്റെ ഷാഠ്യത്തിന് വഴങ്ങി ഫൂ ആവട്ടെ അവളെയും കൂട്ടിക്കൊണ്ട് സിവിൽ ബ്യൂറോയിലേക്ക് പോയി വിവാഹമോചനത്തിന് ആപ്ലിക്കേഷൻ നൽകുന്നു. അവിടെ വെച്ച് തന്നെ ആ ഡിവോഴ്സ് പേപ്പേഴ്സിന്റെ മുകളിലേക്ക് അവളുടെ വെഡിങ് റിംഗും അവൾ ഊരി വെക്കുന്നു. പിന്നീട് വീട്ടിലേക്ക് പോയി അവളുടെ തിങ്സ് എല്ലാം അവൾ പാക്ക് ചെയ്യുന്നുണ്ട് അവിടം വിട്ട് പോകാനായി. അവനാവട്ടെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ നിന്ന് പോകാൻ ഇത്രയ്ക്കും തിടുക്കമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡിവോഴ്സ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇനി 1 മാസത്തേക്ക് ഒരു കണക്ഷനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനെ ഗവനിക്കാത്ത മട്ടിൽ തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നു. ഇതേ സമയം അവളുടെ കഴുത്തിലുള്ള ഹിക്കി അവൻ ശ്രദ്ധിക്കുകയും അങ്ങനെ അവനാവട്ടെ അവളെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യുന്നുണ്ട്. മതി നിർത്തുന്ന ഹീറോയിൻ അലറി വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാത്ത മട്ടിൽ തന്നെ വാശിയോടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് അസിസ്റ്റന്റ് ലിന്നെ വിളിച്ചിട്ട് അവരുടെ കമ്പനിയുടെ സിസ്റ്റം ആരോ ഹാക്ക് ചെയ്തെന്ന് പറയുന്നത്. അവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ ഹീറോയ്ക്ക് വരുന്നു. ഹീറോ ആവട്ടെ, ഡിവോഴ്സ് വേണമെന്നുള്ളത് നിന്റെ ആവശ്യമായിരുന്നു, അത് ഞാൻ സാധിച്ചു തന്നു. പക്ഷേ കൂളിംഗ് പീരീഡ് കഴിയുന്നിടം വരെ ഈ വീട് വിട്ടും എന്നെയും വിട്ടും എവിടേക്കും പോവരുതെന്ന് പറഞ്ഞിട്ടാണ് ഹീറോ അവിടെ നിന്ന് പോകുന്നത്. അവൻ അവിടെ നിന്ന് പോയപ്പോൾ തന്നെ 19 വയസ്സുള്ള ഹീറോയിനെ വിളിക്കുന്നുണ്ട്. അവൾ എടുത്തപ്പോൾ തന്നെ അവളോട് പറയുന്നുണ്ട്, അവനവിടെ നിന്ന് പോയില്ലേ, നിനക്ക് വേണ്ടി കാറുമായി ഞാൻ താഴെ വെയിറ്റ് ചെയ്യുകയാണ്, പെട്ടെന്ന് തന്നെ താഴേക്ക് വായെന്ന്. അതുമാത്രമല്ല ഹീറോയുടെ കമ്പനി സിസ്റ്റം ഹാക്ക് ചെയ്തത് താൻ തന്നെയാണെന്നും ഹീറോയിനോട് അവൻ പതിയെ പറയുന്നു. അവൾ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ അവനാവട്ടെ അവളെ ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ അവന്റെ അടുത്തുനിന്ന് അകലം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അവൻ തന്നെ വല്ലതും ചെയ്തോ എന്ന് 19 വയസ്സുള്ള ഹീറോ വളരെ ടെൻഷനായി തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീ എന്റേത് മാത്രമാണെന്ന് പറഞ്ഞ് ഹീറോയിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെയായിരുന്നു ഹീറോയിന്റെ അമ്മ അവളെ വിളിച്ചത്. എന്തു പറ്റി അമ്മേ, എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് അവൾ പരിഭ്രാന്തിയോടെ തന്നെ അവരോട് തിരക്കുന്നു. തനിക്ക് കുഴപ്പമൊന്നുമില്ല, ചൈനീസ് ന്യൂ ഇയർ അല്ലേ വരാൻ പോകുന്നത്, നീ ഫോവിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നാൽ നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാമായിരുന്നല്ലോ എന്ന് അവളുടെ അമ്മ അവളോട് പറയുന്നു. ഡിവോഴ്സിന്റെ കാര്യത്തെപ്പറ്റി അവർ മനസ്സിലാക്കുമോ എന്ന് ഭയന്നിട്ട് ഹീറോയിനാവട്ടെ ഹീറോയ്ക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉടനടി തന്നെ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും വഴക്കുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ലല്ലോ. അമ്മയുടെ ഹാർട്ട് കണ്ടീഷനെ കുറിച്ചൊക്കെ ഹീറോയിൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് 19 വയസ്സുള്ള ഹീറോ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് തീർച്ചയായും ഞങ്ങൾ ഇരുവരും അമ്മയോടൊപ്പം തന്നെ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കോള് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിലെ ഹീറോയിൻ ആവട്ടെ ലാപ്ടോപ്പ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വന്നേയില്ലേ, എന്തുകൊണ്ടൊരു ഓൺ സ്റ്റുഡിയോ നടത്തിക്കൂടാ എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. 19 വയസ്സുള്ള ഹീറോയുടെ രൂപത്തെ വെച്ച് തന്നെ അവളൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെയായിരുന്നു വലിയ ഹീറോ അവിടേക്ക് കടന്നു വരുന്നത്. പെട്ടെന്ന് തന്നെ അവൻ കാണാതിരിക്കാൻ വേണ്ടി അവൾ ആ ലാപ്ടോപ്പ് അടച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. നീ എന്താ എന്റെ ബോയ് ഫ്രണ്ടുമായി വഴക്കിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നയാണോ എന്നൊക്കെ അവൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി ഡിവോഴ്സ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ കുറച്ച് പോസസീവ് ആയതുപോലെ തന്നെ നിന്നെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകളഞ്ഞെന്ന് നീ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവളുടെ കൈ തട്ടി മാറ്റിയതിനു ശേഷം നീ പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവൾ ഇത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന അർത്ഥത്തിൽ തന്നെ ഹീറോയുടെ ഉള്ളിൽ വല്ലാതെ ജലസാവുന്നുണ്ട്. പിന്നീട് അവളുടെ ഡിസൈൻസ് ഒക്കെ അവൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിസൈനിന്റെ താഴെ ഒരുപാട് പേര് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതവളെ വല്ലാതെ ഹാപ്പി ആക്കുന്നുണ്ട്. 19 വയസ്സുള്ള ഹീറോ ഇതേ സമയം തന്നെ അവളെ പിന്നിൽ നിന്ന് ചേർത്ത് പിടിക്കുകയും നിന്റെ ഈ ഡിസൈനിലുള്ള മെയിൽ ക്യാരക്ടറുമായി എനിക്ക് സാമ്യമുണ്ടല്ലോ എന്നവൻ പറയുകയും ചെയ്യുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, ഞാൻ നിന്നെ വെച്ചാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ അവന് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. അതേസമയം തന്നെ ചെറിയ ഹീറോ ചോദിക്കുന്നുണ്ട്, ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഇത് അവനാണെന്ന് തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വലിയ ഹീറോ ആവട്ടെ തന്നെ വെച്ചാണ് അവളിങ്ങനെ ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവൾക്ക് ഇപ്പോഴും തന്നെ ഇഷ്ടമാണെന്നും തീർച്ചയായും തൻ്റെ അരികിലേക്ക് തന്നെ അവൾ മടങ്ങി വരുമെന്നും കരുതിക്കൊണ്ട് തന്നെ അവനവിടെ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയും ഹീറോയിനും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്യുന്നു.
നെക്സ്റ്റ് സീനിലെ ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിക്ക് പോകുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സ് ആവട്ടെ പരിഹാസ രൂപേണ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഹസ്ബൻഡിന് ജോലി തിരക്കാണെന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അവർ ഹീറോയിനെ പരിഹസിക്കുന്നുണ്ട്. അവളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ അവരുടെ ഒരു ഫ്രണ്ട്, അതായത് ഹീറോയുടെയും കൂടെ ഒരു ഫ്രണ്ട് ആവട്ടെ വലിയ ഹീറോയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ആ പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ഇതേ സമയം തന്നെ 19 വയസ്സുള്ള ഹീറോ ആവട്ടെ 30 വയസ്സുള്ള ഹീറോ ധരിക്കുന്ന പോലെയുള്ള കോട്ടും കണ്ണടയൊക്കെ ധരിച്ചുകൊണ്ട് ആ പാർട്ടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോയിൻ അവളുടെ ഫ്രണ്ട്സുമായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ കൂട്ടത്തിലെ ചില പെൺകുട്ടികൾ പറയുന്നുണ്ട് അവളുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഇത്ര വലിയ പ്രസിഡന്റ് ആണെന്നും സ്വന്തമായി കുറേയധികം കമ്പനികൾ ഉണ്ടെന്നും കേട്ടല്ലോ, എന്നിട്ട് നീ ഇപ്പോഴും അതേപടി തന്നെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ഹീറോയിനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയാവട്ടെ അവൾ ആ പഴയ സീനിയറിനോടൊപ്പം അല്ലേ ഇപ്പോൾ താമസമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളെ അപമാനിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. വളരെയധികം ദേഷ്യം വന്ന ഹീറോയിനാവട്ടെ ടേബിൾ ക്ലോത്ത് ഒക്കെ വലിച്ചു നീക്കി ആ ഫുഡൊക്കെ ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് തെറിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വൈൻ ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ തർക്കവും ഉണ്ടാവുന്നു. ഇതേ സമയം തന്നെയാണ് 19 വയസ്സുള്ള ഹീറോ 30 വയസ്സുള്ള ഹീറോയുടെ ഗെറ്റപ്പിൽ അങ്ങോട്ടേക്ക് വരുന്നത്. സോ ഇത്രത്തോളം ദേഷ്യപ്പെടുമെന്ന് കരുതിയില്ല, അവർ തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് ഹീറോയുടെ സിമ്പതിയും ഇഷ്ടവും പിടിച്ചുപറ്റാൻ ആ സ്ത്രീകൾ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. പണക്കാരനായ ഫൂവിനെ വെറുപ്പിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ആ പെൺകുട്ടികൾക്ക് നല്ല വിധം അറിയാമായിരുന്നു. 19 വയസ്സുള്ള ഹീറോ ആവട്ടെ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് അത് 19 വയസ്സുള്ള ഹീറോ ആണെന്ന്. ഈ ഒരു ഗെറ്റപ്പില് തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവൻ വന്നേന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ ആവട്ടെ ഷോക്കായി തന്നെ അവനെ നോക്കുന്നു. ഇതേ സമയം തന്നെയാണ് വലിയ ഹീറോയും ആ പാർട്ടിയിലേക്ക് വന്നത്. ഡോർ ഓപ്പൺ ചെയ്യാൻ അവൻ തുടങ്ങുന്നുണ്ടെങ്കിലും കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ലിന്ന ഇതേ സമയം മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഹീറോ ഉടനടി തന്നെ അവിടം വിട്ടു പോകേണ്ടി വരുന്നു. 19 വയസ്സുള്ള ഹീറോ ആവട്ടെ തന്റെ വൈഫിനെ ഇത്രത്തോളം നിങ്ങളെല്ലാവരും ചേർന്ന് ബുള്ളി ചെയ്തില്ലേ, അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ച് അവരെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഹീറോ ആ കോട്ടും കണ്ണടയൊക്കെ ഊരി മാറ്റുന്നുണ്ട്. തന്നെ കൊണ്ട് ഈ കോട്ടും അതുപോലെ തന്നെ ഈ കണ്ണടയൊന്നും വെക്കാൻ സാധിക്കില്ല, ഇത് വെച്ചിട്ട് തന്നെ മുഴുവൻ ഇരുട്ടായിട്ടാ തോന്നിയെന്നൊക്കെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ 19 വയസ്സുള്ള ഹീറോ ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്തതുകൊണ്ട് തന്നെ അവൾ വളരെ ഹാപ്പി ആയിരുന്നു. സന്തോഷത്തോടെ തന്നെ അവൾ ഹഗ് ചെയ്യുകയും അവനെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രംഗങ്ങളെല്ലാം ധനികയായ സ്ത്രീ ദൂരെ നിന്ന് കണ്ടിരുന്നു. അവള് ഫൂവിനെ ചീറ്റ് ചെയ്യാണല്ലോ, ഈ അവസരം മുതലെടുക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ആ പെൺകുട്ടി ഫോൺ ഉപയോഗിച്ച് അവരിരുവരും റൊമാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ പകർത്തുന്നു. ഹീറോ ആവട്ടെ അവന്റെ ഏതോ ഒരു പ്രോജക്റ്റ് വർക്കുകളിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും അവന്റെ അമ്മ വിളിച്ചിട്ട് വളരെയധികം ദേഷ്യത്തോടെ തന്നെ നീ ആ ഫോണിലെ വീഡിയോ ഒന്ന് എടുത്തു നോക്കണം, നിന്റെ വൈഫ് നമ്മളെയൊക്കെ മണ്ടരാക്കിക്കൊണ്ട് മറ്റൊരു തരമായി ചുറ്റി നടക്കുകയാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പോലും യാതൊരു ഭയവുമില്ലാതെ അവരിരുവരും കിസ് ചെയ്യും ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നും കുടുംബത്തിന്റെ മാനം പോയി എന്നൊക്കെ വളരെ ദേഷ്യത്തോടെയാണ് അവർ ഹീറോ എടുത്ത് പറഞ്ഞത്. എന്നാൽ അവൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, അവളെ അവളുടെ ഇഷ്ടത്തിന് വിടൂ എന്ന് പറഞ്ഞ് ഹീറോയിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഹീറോ സംസാരിച്ചിട്ട് കോള് കട്ട് ചെയ്തത്. അവനാവട്ടെ ഹീറോയിനുമൊത്തുള്ള പഴയ നിമിഷങ്ങളൊക്കെ ഓർമ്മയിലേക്ക് കടന്നു വരികയും അവളെ തന്റെ അരികിൽ നിന്ന് പിരിച്ചുകൂടാന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ തിരികെ നേടിയെടുക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ അവൻ ഓരോരോ പ്ലാനുകൾ നെയ്തുകൂട്ടുന്നു. പിറ്റേ ദിവസം ഹീറോയിനെ കാണാനായി അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് അവൻ പോകുന്നു. അവിടെ ചെന്ന് ഹീറോയിനോട് ഡോർ ഓപ്പൺ ചെയ്യാൻ അവൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അയൽവാസിയായ ഒരു സ്ത്രീയിൽ നിന്ന് ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്തേക്ക് അവൾ പോയിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. അടുത്ത ആഴ്ചത്തേക്കുള്ള എല്ലാ മീറ്റിങ്ങുകളും ക്യാൻസൽ ചെയ്ത് ഹീറോ ആവട്ടെ ഹീറോയിനെ കാണാൻ വേണ്ടി അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. 19 വയസ്സുള്ള ഫോവുമായി ഹീറോയിൻ ഇതിനോടകം തന്നെ യാത്ര തിരിച്ചിരുന്നല്ലോ. 30 വയസ്സുള്ള ഹീറോയുടെ ഗെറ്റപ്പിൽ തന്നെയാണ് 19 വയസ്സുള്ള ഹീറോ റെഡിയായി കാറിലേക്ക് കയറിയത്. 3 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഫോ ആവട്ടെ അവളോടൊപ്പം അമ്മയെ കാണാൻ വന്നിരുന്നില്ല. 19 വയസ്സുള്ള ഹീറോ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾ വളരെ സന്തോഷവതിയായിരുന്നെങ്കിലും 30 വയസ്സുള്ള ഹീറോയെ പോലെയൊക്കെ അമ്മയുടെ മുമ്പിൽ പെരുമാറാൻ ഹീറോയ്ക്ക് സാധിക്കുമോ എന്നൊരു സംശയം അവൾക്കുണ്ടായിരുന്നു. എന്നാൽ അവനാവട്ടെ അവളെ സമാധാനപ്പെടുത്തി കിസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അവരിരുവരും അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മൂവരും രാത്രി ഫുഡൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ച് ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നു. 30 വയസ്സുള്ള ഹീറോ ആണെന്ന് തെറ്റിദ്ധരിച്ച് 19 വയസ്സുള്ള ഹീറോ എടുത്ത് ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ കുശലാന്വേഷണം നടത്തുന്നുണ്ട് അവളുടെ അമ്മ. ഇതേ സമയം തന്നെയാണ് വലിയ ഹീറോ ഹീറോയിന് മെസ്സേജ് അയക്കുന്നത്. അവളുടെ ചുറ്റും ആരും ഉണ്ടാവാൻ താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിന്റെ വീടിന്റെ ചിത്രമായിരുന്നു ഹീറോ അയച്ചു കൊടുത്തിരുന്നത്. അവൾ വല്ലാതെ ടെൻഷനാവുന്ന സമയത്ത് തന്നെ വാതിലെല്ലാരും നോക്കി ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു.
അവളുടെ അമ്മ ആരാണെന്ന് എഴുന്നേറ്റ് പോയി നോക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൾ തടഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം മരുമോനെ കാണുന്നതല്ലേ, രണ്ടുപേരും സംസാരിക്കെന്ന് പറഞ്ഞ് അവൾ പോയി വാതിൽ തുറന്ന് നോക്കുന്നു. നോക്കിയാലോ ഹീറോ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അമ്മ കാണണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ അവനെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നമ്മൾ ഓൾറെഡി ഡിവോഴ്സ് ആയതല്ലേ, ഇനിയും എന്റെ ജീവിതത്തിലേക്ക് വരരുതെന്ന് പറഞ്ഞ് അവൾ അവനെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനാവട്ടെ എന്നോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് തന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല, വീണ്ടും ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ ഹീറോ അവളടുത്ത് ദയനീയമായ രീതിയിൽ പറയുന്നു. പക്ഷേ അന്നൊരു ദിവസം ഹീറോയിന് വയ്യാതായിരുന്നപ്പോൾ അവൾ അവനെ വിളിച്ചിരുന്നല്ലോ. അന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്റെ അസിസ്റ്റന്റിനെ വിളിച്ചാൽ മതി, താൻ ബിസിയാണെന്ന് പറഞ്ഞവൻ കോള് കട്ട് ചെയ്യുകയും ചെയ്തിരുന്നല്ലോ. ശരിക്കും അവൾക്ക് മിസ്കാരേജ് ആയി പോയതാണ്, പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അവരിരുവരും അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ആ സത്യം ഹീറോ എടുത്ത് അവൾ പറയുന്നതും അതവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഹീറോയിൻ വീണ്ടും അവനോട് അവിടെ നിന്ന് പോകാനായി ആവശ്യപ്പെടുന്നു. ഇനിയൊരു ജീവിതം അവരിരുവരും ഒരുമിച്ചില്ല എന്നും തറപ്പിച്ച് പറയുന്നു. പോകില്ല എന്ന് അലറിക്കൊണ്ടവൻ പറയുന്നുണ്ടെങ്കിലും ഇതേ സമയം തന്നെ അവളുടെ അമ്മ അവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഉടനടി തന്നെ അവൾ അമ്മയടുത്തേക്ക് ചെന്നിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. അതൊരു പ്രൊഡക്റ്റുമായി വന്ന സെയിൽസ്മാൻ ആണെന്നും പറഞ്ഞ് അവൾ അമ്മയും കൊണ്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നു. പിന്നീട് അവർ മൂന്നുപേരും സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് വലിയ ഹീറോയ്ക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. നൈറ്റ് കിടക്കാറായപ്പോഴേക്കും തന്റെ അമ്മയുമായിട്ടുള്ള മീറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഹീറോ എടുത്ത് അവൾ തിരക്കുന്നുണ്ട്. വളരെ നന്നായിരുന്നു എന്ന് അവൻ മറുപടിയും പറയുന്നു. പിന്നീട് ഹീറോയിനാവട്ടെ അവളുടെ തുണിയൊക്കെ മുകളിൽ വിരിക്കാനായി പോകുന്നു. ഇതേ സമയം വലിയ ഹീറോ ആവട്ടെ പിന്നിൽ നിന്ന് വന്ന് അവളെ ചേർത്ത് പിടിക്കുകയും റൊമാൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വളരെയധികം ദേഷ്യം വന്ന ഹീറോയിനാവട്ടെ അവനെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നമുക്കിടയിൽ ഇനി യാതൊന്നുമില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ മുറിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അവളുടെ മുഖത്തെ ഭാവമാറ്റം കണ്ട് 19 വയസ്സുള്ള ഹീറോ ആവട്ടെ എന്തു പറ്റിയും തിരക്കുന്നുണ്ട്. വീണ്ടും വലിയ ഹീറോ വന്നു എന്ന് അവൾ അവൻ്റെ അടുത്ത് പറയുന്നു. വളരെയധികം ദേഷ്യം തോന്നിയ 19 വയസ്സുള്ള ഹീറോ ആവട്ടെ ഇനിയൊരിക്കലും അവൻ നിന്റെ അടുത്തേക്ക് വരില്ല എന്നും ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ആവട്ടെ അവരിരുവരും തിരിച്ച് ഹീറോയിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇതേ സമയം തന്നെ ഹീറോയിന് ഒരു പെൺകുട്ടിയുടെ കോള് വരുന്നുണ്ട്. അവൾ വളരെ ടാലന്റഡ് ആണെന്നും അവളുടെ ഡിസൈൻസ് ഒക്കെ വളരെ ഇഷ്ടമായി, ഒരു പ്രോജക്റ്റിന് അവളുമായി താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു ആ പെൺകുട്ടി. ഈ വാർത്ത കേട്ട് വളരെയധികം സന്തോഷവതിയായ ഹീറോയിൻ ആവട്ടെ 19 വയസ്സുള്ള ഹീറോയെ ഹഗ് ചെയ്യുകയും തുടർന്ന് അവള് ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്യാനായി കോഫി ഷോപ്പിലേക്ക് പോവുകയും ചെയ്യുന്നു. ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്യൂച്ചർ പ്ലാൻസും അതുപോലെ സ്റ്റുഡിയോയുടെ കാര്യങ്ങളും ഒക്കെ ആ പെൺകുട്ടിയുമായി പങ്കുവയ്ക്കുന്നു. അതേ തുടർന്ന് തന്നെ ആ പെൺകുട്ടി ഹീറോയിനുമായുള്ള കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഒരു കോള് വരുന്നത് കൊണ്ട് തന്നെ ആ പെൺകുട്ടി ഇതേ സമയം പുറത്തേക്ക് പോവുകയും ഒരു റൗഡി ആവട്ടെ അകത്തേക്ക് കടന്നു വന്ന് ഹീറോയിനെ ശല്യം ചെയ്യാൻ തുടങ്ങുന്നു. ഇതേ സമയം തന്നെ വലിയ ഹീറോ എത്തി അവളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്ന സമയം തന്നെ മയങ്ങി നിലത്തേക്ക് വീഴുന്നുണ്ട്. കാരണം അവൾ അവിടെ നിന്ന് പീച്ച് വൈൻ കുടിച്ചിരുന്നു, അതവൾക്ക് അലർജി ഉണ്ടാക്കുന്നതാണ്. ഇതറിയാവുന്ന ഹീറോ ആവട്ടെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവളുടെ അടുത്തിരുന്ന് പരിചരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കണ്ടാൽ തൻ്റെ ബോയ് ഫ്രണ്ട് തെറ്റിദ്ധരിക്കുമെന്നും ഓൾറെഡി നിങ്ങൾ എൻ്റെ എക്സ് ഹസ്ബൻഡ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ അവനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഹീറോയിൻ തുടരെ നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് തൻ്റെ ഫോൺ ഹീറോയിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മുറിയിലാണല്ലോ എന്ന് ഓർത്തത്. ഉടനടി തന്നെ അവൻ തിരിച്ച് ആ മുറിയിലേക്ക് പോകുന്നു. ഇതേ സമയം 19 വയസ്സുള്ള ഹീറോയും അവളുടെ അടുത്തുണ്ടായിരുന്നു. അവളെ കണ്ടതും 19 വയസ്സുള്ള ഹീറോയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. നിന്നെ ഞാൻ തനിച്ചു വിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായെന്നും പറഞ്ഞ് വല്ലാതെ ഫീൽ ചെയ്ത് സംസാരിക്കുന്നു. ഹീറോയിൻ ആവട്ടെ അവനെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് വലിയ ഹീറോ മുറിയിലേക്ക് കടന്നു വരുന്നതും ഈ രംഗം കാണുന്നതും. ദേഷ്യത്തോടെ തന്നെ നീ ആരാടാന്ന് ചോദിച്ച് 19 വയസ്സുള്ള ഹീറോയെ അവൻ അടിക്കുന്നുണ്ട്. ഹീറോയിൻ രണ്ടുപേരെയും തടുക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ ഹീറോ അതിനൊന്നും അനുസരണപ്പെടുന്ന രീതിയിലല്ലായിരുന്നു. വീണ്ടും ചെറിയ ഹീറോയെ അവനെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ ഹീറോയിൻ അവന്റെ കരണത്തൊരടിയും കൊടുത്തിട്ട് ചെറിയ ഹീറോയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരണമെന്ന് വലിയ ഹീറോ എടുത്ത് ഹീറോയിൻ ആവശ്യപ്പെടുന്നുണ്ട്. അതേ തുടർന്ന് തന്നെ ആ അപ്പാർട്ട്മെന്റിലേക്ക് ഹീറോ ചെല്ലുന്നുണ്ട്. അവിടമെല്ലാം ഒന്ന് ചുറ്റി നോക്കിക്കൊണ്ട് ഇതൊക്കെ തനിക്ക് മുമ്പ് തന്നെ പരിചയമുള്ളതുപോലെ തോന്നല്ലോ എന്ന് സംശയത്തോടെ തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നു. അതുമാത്രമല്ല 19 വയസ്സുള്ള ഹീറോയും സൂവും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ വലിയ ഹീറോ കാണുന്നുണ്ട്. അതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വല്ലാത്ത വിഷമത്തിലും ദേഷ്യത്തിലും തന്നെ അവൻ ആ സോഫയിലേക്ക് ഇരിക്കുന്നു. ഇതേ സമയം തന്നെ 19 വയസ്സുള്ള ഹീറോയെ നോക്കുന്നുണ്ട്. ഇത് ചെറുപ്പകാലത്തിലെ താൻ തന്നെയാണോ എന്നൊരു സംശയം അവന്റെ ഉള്ളിൽ ഉടലെടുക്കുന്നു. അതേ തുടർന്ന് തന്നെ ഹീറോയിൻ അവന്റെ അടുത്തേക്ക് വരികയും ഇവൻ 11 വർഷങ്ങൾക്ക് മുമ്പുള്ള നീ തന്നെയാണെന്നും താൻ ആഗ്രഹിച്ചത് നടന്നിരിക്കുന്നു എന്നും ഒക്കെ അവൾ പറയുകയും ചെയ്യുന്നു. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് വലിയ ഹീറോ അവളടുത്ത് ചോദിക്കുന്നു. കാരണം ഇതെങ്ങനെ ഒരാൾക്ക് വിശ്വസിക്കാനാവും? ജന്മദിനത്തിൽ ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ചാൽ അത് നടക്കുമോ?
19 വയസ്സുള്ള തന്റെ രൂപത്തെ കൺമുന്നിൽ കണ്ടിട്ടും അവൻ വിശ്വസിക്കാനാവാതെ അവിടെ തന്നെ നിന്നു. ഇനി നിനക്ക് ഇവിടെ നിന്ന് പോകാം, നിന്നെക്കാട്ടിലും 100 മടങ്ങ് ബെറ്ററാണ് ഇവനെന്ന് പറഞ്ഞ് ഹീറോയെ പരിഹസിച്ച് ഹീറോയിൻ സംസാരിക്കുന്നു. അതേ തുടർന്ന് തന്നെ ഹീറോ അവിടെ നിന്ന് ഓഫീസിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോയിനെ സമാധാനപ്പെടുത്തിയതിനു ശേഷം വലിയ ഹീറോയെ കാണാൻ 19 വയസ്സുള്ള ഹീറോ അവന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. വലിയ ഹീറോയ്ക്കും ചെറിയ ഹീറോയ്ക്കും ഇടയിൽ വലിയൊരു പ്രശ്നം തന്നെ ഉടലെടുക്കുന്നുണ്ട്. ഹീറോയിന് അവരിരുവരിൽ ആരാണ് ബെറ്റർ എന്നായിരുന്നു പ്രശ്നം. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിനും ഹീറോയുടെ സഹോദരിക്കും ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ട്. ഡോക്ടർ വന്ന് ഹീറോ അടുത്ത് പറയുന്നുണ്ട് രണ്ടുപേരുടെ നില കുറച്ച് ഗുരുതരമാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയാൽ മാത്രമേ രണ്ടുപേരെ രക്ഷിക്കാൻ സാധിക്കൂ. പക്ഷേ ഇരുവരുടെയും റെയർ ബ്ലഡ് ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഒരാളെ മാത്രമേ രക്ഷിക്കാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹീറോ ആണെങ്കിൽ ഒരുപാട് ആലോചിച്ച് ഹീറോയിനെ രക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അതുമൂലം തന്നെ ഹീറോയുടെ സഹോദരി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. താൻ കാരണമാണല്ലോ തന്റെ സഹോദരി മരണപ്പെട്ടെ എന്ന കുറ്റബോധം അവന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ട്രോമയായി കിടന്നിരുന്നു. അതുമൂലം തന്നെയാണ് ഈ 3 വർഷ കാലയളവിൽ അവൻ ഹീറോയിനെ അവോയ്ഡ് ചെയ്തതും. ഇതൊക്കെ കേട്ടപ്പോൾ 19 വയസ്സുള്ള ഹീറോയ്ക്കും വല്ലാതെ വിഷമമാവുന്നുണ്ട്. എന്റെ ഈ ഒരു അവസ്ഥ നിനക്ക് വന്നിരുന്നെങ്കിലും സൂവിനോട് നീ ഇങ്ങനെ തന്നെ പെരുമാറിയെന്ന് അവൻ തറപ്പിച്ച് പറയുമ്പോൾ അപ്പോൾ 19 വയസ്സുള്ള ഹീറോ പറയുന്നുണ്ട് നീ നിന്റെ തീരുമാനത്തിലാണ് ഹീറോയിനെ രക്ഷിച്ചത്, എന്നിട്ട് അവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് തീർത്തും ശരിയല്ല, തനിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം ഹീറോയിനാവട്ടെ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഹീറോയുടെ അമ്മയാണ് വിളിച്ചിരുന്നത്. എന്തോ ഒരു ജോലി അവരവളെ ഏൽപ്പിച്ചിരുന്നു. 19 വയസ്സുള്ള ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തു പറ്റിയെന്ന് നേരത്തെ എഴുന്നേറ്റ് മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ, എന്തെങ്കിലും ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റയാണോ എന്ന് അവൻ തിരക്കുമ്പോൾ അവൾ സൈലന്റ് ആയി ഇരിക്കുന്ന കണ്ടിട്ട് അവൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. മുതിർന്നു കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ സഹിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഫീൽ ചെയ്തു അവൻ പറയുന്നത് കേട്ടിട്ട് ഹീറോയിൻ ആവട്ടെ അവനെ സമാധാനപ്പെടുത്തി ഹഗ് ചെയ്യുന്നു. വലിയ ഹീറോ ആവട്ടെ ഒരു പാർട്ടിയിലേക്ക് പോയി ഒരുപാട് മദ്യമൊക്കെ കഴിക്കുന്നുണ്ട്. അവന്റെ ഫ്രണ്ട്സ് ആവട്ടെ അവനെ സമാധാനപ്പെടുത്താൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൻ കരയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റിട്ട് എന്റെ ചെറുപ്പകാലത്തെ രൂപത്തെക്കാട്ടിലും താൻ തന്നെയാണ് ബെറ്റർ എന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹീറോയിൻ അവിടെ പുറത്തേക്ക് പോകാൻ മേക്കപ്പ് ചെയ്യുകയായിരുന്നു. ഇതേ സമയം തന്നെ 19 വയസ്സുള്ള ഹീറോ വന്ന് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എവിടോ ധൃതിപ്പെട്ട് പോവുകയാണെന്ന് തോന്നുന്നല്ലോ, താനും കൂടെ വരട്ടെ എന്ന് അവൻ തിരക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് 19 വയസ്സ് ഹീറോയുടെയും 30 വയസ്സ് ഹീറോയുടെയും ആവശ്യമില്ല, എന്റെ ജോലികൾ ഞാൻ തനിച്ച് തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഹീറോയിൻ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഹീറോയിൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ കമ്പനിയുടെ അസിസ്റ്റന്റുമായിട്ടായിരുന്നു ഹീറോയിൻ ഇപ്പോൾ മീറ്റിംഗിൽ ഇരിക്കുന്നത്. സീനിയർ ഇതേ സമയം അവിടേക്ക് വരുന്നത് കൊണ്ട് തന്നെ അസിസ്റ്റന്റ് അവിടെ നിന്ന് ബഹുമാനപൂർവ്വം മാറിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയും അയാളും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. ഹീറോ ആവട്ടെ ഇതേ സമയം ഹീറോയിനെ മീറ്റ് ചെയ്യാനായി വരികയായിരുന്നു. അവന്റെ കയ്യിൽ അവൾക്ക് വേണ്ടി ഒരുപാട് ഗിഫ്റ്റ്സുകളും ഉണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട് അവന് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. സീനിയറിന്റെ അടുത്ത് നിന്ന് ഉടനടി തന്നെ മാറിപ്പോകണമെന്ന് ഹീറോ കോൾ ചെയ്ത് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അവൾ അത് അവഗണിച്ച് സീനിയറിനോടൊപ്പം അവൾ പോയത് ഹീറോയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുകയും അതേ തുടർന്ന് അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. അവനെ അവഗണിച്ച് അവൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹൈ ഹീൽസ് ധരിച്ചതുകൊണ്ട് തന്നെ കാല് ടെസ്റ്റ് ആവുന്നു. ഉടനടി തന്നെ വലിയ ഹീറോയും ചെറിയ ഹീറോയും അവളെ പരിചരിക്കാനായി ഓടിയെത്തുന്നു. ചെറിയ ഹീറോ ആവട്ടെ അവളുടെ കാലൊന്ന് നോക്കിയതിനു ശേഷം മെഡിസിൻ വാങ്ങാൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ വലിയ ഹീറോ ആവട്ടെ അവളെ എടുത്തുകൊണ്ട് കസേരയിലേക്ക് ഇരുത്തിയതിനു ശേഷം അവളുടെ കാല് വെള്ളമൊഴിച്ച് കഴുകുകയും നീര് വരാതെ തടയി കൊടുക്കുകയും ചെയ്യുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്രത്തോളം സ്നേഹത്തോടെയും കരുതലോടെയാണല്ലോ അവൻ നോക്കിക്കൊണ്ടിരുന്നേ എന്ന് ഹീറോയിൻ ഓർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ചെറിയ ഹീറോ അവിടേക്ക് വരുന്നത്. അവനവിടെ വലിയ ഹീറോയെ തള്ളി മാറ്റിയതിനു ശേഷം അവളെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ഹീറോ എടുത്ത ഹീറോയിൻ പറയുന്നുണ്ട് 3 ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന്. അങ്ങനെ ചെറിയ ഹീറോ ആവട്ടെ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിലേക്ക് കിടത്തിയതിനു ശേഷം മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ 19 വയസ്സുള്ള ഹീറോ പറയുകയും ചെയ്യുന്നുണ്ട് ഇനി ജീവിതാവസാനം വരെ അവളോടൊപ്പം തന്നെ ജീവിക്കാനാണ് ആഗ്രഹമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിനാവട്ടെ അതൊന്നും ശരിയാവാൻ പോകുന്നതല്ല, നമ്മൾ തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന് അവൾ പറയുന്നു. എന്നാൽ ചെറിയ ഹീറോ ആവട്ടെ അതൊന്നും കേൾക്കാത്ത മട്ടിൽ തന്നെ ഹീറോയിനെ കിസ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം അവൾ അവളുടെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. അവളുടെ സ്റ്റുഡിയോയെ കുറിച്ച് നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു ഓൺലൈനിലുള്ളത്. അവളിപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. അവളുടെ ബിസിനസ്സും നല്ലപടി തന്നെ പോകുന്നു. അന്നേ ദിവസം തന്നെയായിരുന്നു ഫൂവിൻ്റെയും ഹീറോയിൻ്റെയും ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റേണ്ടിയിരുന്നത്. ഇരുവരും സിവിൽ ബ്യൂറോയിലേക്ക് പോയി അത് കൈപ്പറ്റുന്നു. ഇതോടുകൂടി തന്നെ അവരുടെ വിവാഹ ജീവിതം അവസാനിച്ചു എന്ന് ഹീറോ മനസ്സിൽ വിചാരിക്കുകയും അവൻ മനസ്സുകൊണ്ട് തന്നെ ഹീറോയിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. 19 വയസ്സുള്ള ഹീറോയും അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നേന്ന് പറഞ്ഞ് അവിടേക്ക് വരുന്നുണ്ട്. അവളുടെ നേർക്ക് അവൻ കൈ നീട്ടുന്നുണ്ട്. എന്നാൽ ഹീറോയിനാവട്ടെ മനസ്സിൽ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ തനിക്കിപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ നേരിടാനുള്ള ധൈര്യവും ഫ്രീഡവും സന്തോഷവും ഉണ്ട്. ഇനി മുന്നോട്ടും ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. 19 വയസ്സുള്ള ഹീറോയും 30 വയസ്സുള്ള ഹീറോയ്ക്കും ഇനി തൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു.
ഇതേ സമയം തന്നെ വലിയ ഹീറോ ആവട്ടെ ചെറിയ ഹീറോ അടുത്ത് പറയുന്നുണ്ട്, ഇനി നീ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല, നീ നിന്റെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് ടൈം ട്രാവൽ ചെയ്ത് പൊക്കോളൂ എന്ന്. അങ്ങനെ ഹീറോയിൻ ഇത്രയും നാളത്തെ വിഷമതയുടെയും അവഗണനകളുടെയും ഇതുവരെയുള്ള ജീവിതം അവസാനിപ്പിച്ച് വളരെ സന്തോഷകരമായി തനിച്ച് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചെടുത്ത് തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുന്നു. 19 വയസ്സുള്ള ഹീറോയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമേ എനിക്കൊരു വിഷമമുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ഷഹാല, ലൈല, ഷഫ, ആഗിത, ജിജു, ആതിര, അക്കു, ആരു, രഞ്ജു, റോസ്മരിയ, ഐഫ, അൻഷ, പാത്തു. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ പുതുതായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.